ലെറ്ററുകൾ ഇവിടുത്തെ പരാതികൾ ഉൾപ്പെടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പറയുന്ന 1.12, 1.13, 1.14, 1.15, 1.18, അതായത് ഈ അനിമൽസ് വനത്തിലുള്ള മൃഗങ്ങളുണ്ടാകുന്നുള്ള ചോദ്യമാണ് 1.18. അത് ഇല്ല, വനമില്ലാത്തപ്പോൾ പിന്നെ മൃഗങ്ങളുമില്ല. ഇത് ഇത്രയും TOR വയലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ വില്ലേജ് മാറ്റി വെക്കണോ എന്നുള്ളൊരു ചോദ്യമുണ്ട് 1.21. പട്ടികാധികാരൊക്കെ ഉണ്ടെങ്കിൽ എന്നുള്ളതാണ് പറയുന്നത്. പട്ടികാധികാരം മാത്രമല്ല സാർ, ഇത് ബഹുമാനപ്പെട്ട സാർ, ഇതിന്റെ ക്ലസ്റ്റർ തന്നെ തെറ്റാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ്. 500 മീറ്ററിനുള്ളിൽ 6 കോറി, ഇതിനകത്ത് പ്രതിപാദിക്കുന്ന 3 കോറി കൂടാതെ 1 വർഷം മുമ്പ് ഇതേ വേദിയിൽ വെച്ച് ഞങ്ങളാരും അറിയാതെ നടത്തിയ ഒരു പബ്ലിക് ഹിയറിംഗ് ഉണ്ട്, ചാപ്രായിൽ ഗ്രാനൈറ്റ്സ് എന്ന് പറയുന്ന. ബഹുമാനപ്പെട്ട എടിയും അങ്ങ് ആയിരുന്നു സീറ്റിൽ നമുക്ക് അറിഞ്ഞൂടാ, കാരണം നമ്മളാരും അറിഞ്ഞിരുന്നില്ല. ഈ പൊല്യൂഷൻ കൺട്രോളിലുള്ള ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നിരിക്കും. ഞങ്ങൾ ഒറ്റ മനുഷ്യരറിയാതെ നടത്തിയ ഒരു പബ്ലിക് ഹിയറിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 4.9 സംതിങ് ഹെക്ടറാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് അതിനോട് തൊട്ടു ചേർന്ന് ലക്ഷ്മണൻ എന്ന് പറയുന്ന ഒരാളുടെ കോറി, അതും ഏതാണ്ട് 2 ഹെക്ടറോ എത്രയാണ്. അപ്പോ ചുരുക്കത്തിൽ സാർ അതെ സാർ, ഞാൻ പറയട്ടെ സാർ, സാർ ഞാൻ പറഞ്ഞു സാർ, ഈ ലക്ഷ്മണന്റെ കോറയും ചാപ്രായന്റെ കോറയും ചേർന്ന് ഏതാണ്ട് 7ഓളം വന്നപ്പോഴാണ് അതിന്റെ പബ്ലിക് ഹിയറിംഗ് നടന്നത്. സാർ എനിക്കറിയാം സാർ, എന്റെ വീടിന്റെ തൊട്ട് പറയുന്നതാണ് സാർ ഈ 6 കോറിയും വരുന്നത്. അപ്പൊ ഈ റിപ്പോർട്ടിൽ പറയുന്ന 3 കോറി കൂടാതെ ആ 2 കോറിയും നാറ്റിന്റെ പേരിലുള്ള എക്സ്റ്റൻഷൻ ഏതാണ്ട് 0.9 ഇതേ ഏരിയ വരുന്ന ഒരെണ്ണത്തിന്റെ പേപ്പർ SEIA എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് അതോറിറ്റിയുടെ ഓഫീസിൽ കിടപ്പുണ്ട്. അവർക്കും TOR കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 6 കോറി എവിടെയുണ്ട്, രേഖകൾ വേണമെങ്കിൽ ഞാൻ തരാം. എന്തായാലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഓഫീസ് കഴിഞ്ഞ് ഇതൊന്നും SEIയിൽ പോകില്ല എന്ന് എനിക്കറിയാം. SEIയുടെ ഓഫീസിൽ നിരന്തരം കയറി ഇറങ്ങുന്ന ആളാണ് ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട്. ഒരു കാര്യം കൂടെ സാർ, എന്റെ വീടിന്റെ തൊട്ട് പിറകിലാണ് ഈ പറയുന്ന 5 കോറി. സാറൊന്നും ആലോചിച്ചു, ഒരു കോറി പൊട്ടുമ്പോൾ തന്നെ ഞങ്ങൾ നെറ്റിത്തെളിക്കുക. ഏതാണ്ട് തൃശ്ശൂർ പൂരത്ത് നടക്കുന്ന പോലെ ഈ 5 എണ്ണം കൂടെ രാവിലെ വൈകുന്നേരം പൊട്ടി തുടങ്ങിയിട്ട് അല്ല 6 എണ്ണം കൂടെ. ഇത് കൂടാതെയാണ് കരിമ്പാറയിൽ ഗ്രാനൈറ്റ്സ് എന്ന് പറയുന്ന ഒരെണ്ണം. ഇതിന്റെ എതിർവശത്തൊരു ഇതിന്റെ ഒരു 600 മീറ്ററിനകത്ത് വരുന്ന ഒരെണ്ണം കൂടാണ്. ക്ലസ്റ്റർ തെറ്റാണ്. പിന്നെ പറയുന്നത് 1.28 ഇന്റർസെക്ഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഗ്രൗണ്ട് വാട്ടറിൽ മറ്റുള്ള ജലം എത്തുമോ എന്നുള്ളത്. സാർ, ഈ കോറിയുടെ 50 മീറ്ററിനകത്ത് എനിക്ക് വസ്തു, അതിൽ കൂടെ ഈ മഴക്കാലത്ത് വരുന്ന വെള്ളം എന്തുമാത്രം ശക്തിയിലാണ് ഒഴുകി വരുന്നതെന്നറിയാമോ? പിന്നെ സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്റെ വസ്തുവിൽ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി മണ്ണൊലിപ്പ് തടയുന്നതിന്, പിന്നെ വരൾച്ച സമയത്ത് അത് തടയുന്നതിനൊക്കെ ആയിട്ട് കല്ലടത്തണ്ണി തീർത്ഥ പദ്ധതി പ്രകാരം ഒരുപാട് പിന്നെ ബണ്ടുകളും കല്ലതിരുകളും കെട്ടിയതാണ്. അപ്പൊ ഈ സ്ഥലം ഒരു കാരണവശാലും ഓറിഞ്ച് അനുയോജ്യം അല്ല. എങ്ങനെ ലെറ്റർ ഓഫ് ഇന്റന്റ് കിട്ടിയെന്നുള്ള സംശയമുണ്ട്. തീർന്നില്ല സാർ. അതുപോലെ 1.29 ഏതെങ്കിലും സ്ട്രീമുകൾ ഡൈവേർട്ട് ചെയ്ത് 1200 PUC വാഹനങ്ങൾ പോകാമെന്നാണ്. പക്ഷെ ഞാൻ കണ്ട ഇന്ത്യൻ റോഡ് ബോർഡിൽ കാണുന്നത് ഒരു ദിവസം പോകാവുന്നത് 1200 എന്നാണ്. എന്റെ അറിവ് തെറ്റാണെങ്കിൽ നിങ്ങൾ എനിക്ക് തെറ്റില്ല. അതല്ലെങ്കിൽ ഇത്രയും ഗുരുതരമായ തെറ്റ് നിങ്ങൾ ഇതിനകത്ത് വെച്ചതിന് സമാനം പറയണം. അതുപോലെ പിന്നെ നേരത്തെ പറഞ്ഞത് ഇവിടെ തൊഴിലാളികൾക്ക് 40 പേർക്കൊക്കെ തൊഴിൽ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. ശ്രീമതി ഗോപാലജി നാഷണൽ അസോസിയേഷൻ്റെ പാറക്കോളി ഹിയറിംഗ് നടക്കുകയാണ്. ദേശ മാസികകളുടെ കമ്മിറ്റി ഹിയറിംഗിൽ പങ്കുചേരുന്നുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലെ ഉദ്യോഗസ്ഥർ. അതുപോലെ ഇത് പറഞ്ഞു, മുത്തൂറ്റിന്റെ ഏതാണ്ട് 80-90 ഏക്കർ വരുന്ന പഴയ ഭൂപരിഷ്കരണ നിയമത്തിൽ നിന്ന് രക്ഷപ്പെട്ട പ്ലാന്റേഷൻ ഭൂമിയാണ്. നല്ല ഒന്നാന്തര റബ്ബർ വളരുന്ന സ്ഥലമാണ്. സാറിന് ആ ഗൂഗിൾ മാപ്പ് ഒന്ന് നോക്കിയാൽ കാണാം എത്ര തിക്കായിട്ടാണ് അവിടെ റബ്ബർ വളരുന്നതെന്ന്. ഓരോ ഏക്കറിലും ഓരോ ആൾക്ക് വീതം
ജോലി വെച്ചിട്ട് ഇതിനേക്കാൾ വളരെയധികം ആൾക്കാർക്ക് ജോലി കിട്ടും. ഇന്ന് അത് കിട്ടാൻ പോണത് കുറച്ച് ബംഗാളികൾക്ക് മാത്രമാണ്. എനിക്കറിയാം തൊട്ട് വർക്ക് ചെയ്യുന്ന നാറ്റിന്റെ കോറിയിൽ എന്താണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതുപോലെ പിന്നെ നേരത്തെ നമ്മുടെ ഇവിടെ സാറന്മാർ വയലന്റായ കണ്ടീഷനുണ്ട് ഫോട്ടോകള്. സാറേ ആ ഫോട്ടോകള് സാറൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കൂ. നിങ്ങൾ നേരിട്ട് സാറേ നേരിട്ട് പോയെങ്കിലും ഒരു ഫോട്ടോ എടുക്കാണ്. ഗൂഗിൾ മാപ്പിൽ 3-4 വർഷം മുമ്പ് ഇതിന്റെ കോറി നടത്തണമെന്ന് അതിന്റെ ഓണർ ആലോചിക്കുന്നതിന് മുമ്പ് എടുത്ത ഫോട്ടോയാണ് നിങ്ങൾ അതിനകത്ത് വെച്ചിട്ടുള്ളത്. എന്തർത്ഥത്തില്ല? അപ്പൊ അങ്ങനെ ഈ റിപ്പോർട്ടിൽ കാണിച്ചിരിക്കുന്ന 3/4 ഭാഗം കാര്യങ്ങളും തെറ്റാണ്. ഒപ്പം എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, കഴിഞ്ഞ തവണത്തെ മീറ്റിംഗിൽ ഇദ്ദേഹം അവതരിപ്പിച്ചതിന്റെ അവസാനം ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന വഴി കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന്. സർ, വില്ലേജ് ഓഫീസർ ഒപ്പിട്ട് കൊടുത്ത ആ ലൊക്കേഷൻ സ്കെച്ചാണ് ഇതിന്റെ അടിസ്ഥാനം. അത് വെച്ചിട്ട് സാറിനെ പോലുള്ള വലിയ ഉദ്യോഗസ്ഥ മുമ്പിൽ എന്ന് പറയാണ് ഞങ്ങൾ വേറെ വഴിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ട് റിജക്ട് ചെയ്യാൻ ഇവർക്കെതിരെ എന്തെങ്കിലും നടപടി എടുക്കാൻ പറ്റുമെങ്കിൽ അതും കൂടെ നോക്കണം. അങ്ങ് ജില്ലാ മജിസ്ട്രേറ്റ് ആണ് ഈ അപേക്ഷ മൊത്തത്തിൽ തള്ളിക്കളയണം. എന്റെ ഈ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ഇന്നത്തെ ജോലിയും കളഞ്ഞ് സാറിനെ പോലുള്ള ആളിനെ കൊണ്ടെത്തി ഈ ജനങ്ങളുടെ മുമ്പിൽ ആക്ഷേപം ഉണ്ടാക്കിയാൽ അവസരം ഉണ്ടാക്കിയാൽ ഈ മുതലാളിക്കും ഈ ഇവർക്കുമെതിരെ നടപടിയെടുക്കാൻ വേണമെന്ന് എനിക്ക് പറയാം. ഞാൻ ഒരു സംശയം ചോദിക്കാനാണ്. അപ്പം ഇങ്ങനെ ആധികാരികമായ, എൻ്റെ പേര് കെ രാധാകൃഷ്ണപിള്ള, ഞാൻ റിട്ടയർഡ് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറാണ്, കോൺഗ്രസ് പാർട്ടിയുടെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്. ഈ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ഈ പൊതുജനങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചത് ആധികാരികമായി റവന്യൂ ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ജിയോളജി ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗവൺമെന്റ് ഏജൻസി സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടാണോ അല്ലയോ എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ആദ്യമായി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് ഏജൻസി ഇത്രയധികം കോംപ്ലിക്കേറ്റഡ് ആയ ഒരു വിഷയം അവരെ കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് അതിനെ സംബന്ധിച്ച് പരിശോധന നടത്തി ആ റിപ്പോർട്ട് തള്ളിക്കളയാനുള്ള അധികാരം റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ADM ഉണ്ടായിരുന്നുവല്ലോ, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർ ഉണ്ടായിരുന്നുവല്ലോ. അത് ചെയ്തിരുന്നെങ്കിൽ ഇത്രയും ആളുകൾ കൂടി ഇവിടെ വന്നിരുന്ന് ഇനിയൊരു ചർച്ചയ്ക്ക് ആവശ്യം ഉണ്ടാവുകയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും യാതൊരു വിധമായ ഒരു പ്രൈവറ്റ് ഏജൻസി നമ്മുടെ നാട്ടില് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയാൽ എങ്ങനെ ഇരിക്കും അത് എന്ന് നമ്മൾ ആലോചിക്കണം. അത് ഒരു കാരണവശാലും അടിസ്ഥാന ധാരണ വേണം. നിങ്ങളൊരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഞാനത് പറയില്ല. പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സിലാവുന്നത്. ഇതെങ്ങനെയാണ് ഇപ്പൊ ഇതൊക്കെ ഭാഗമായിട്ട് വരുന്നത്? അല്ല, അതൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാൻ ഡിസ്ട്രിക്ട് കളക്ടറോടൊപ്പം ഇന്ന് കോൺഫറൻസ് അയച്ചിട്ടുള്ള ആളാണ്. അങ്ങനെയല്ല ചെറുതായിട്ട് കാണാനുള്ള അത്ര തർക്കത്തിലേക്ക് പോകണ്ട. എന്നെ അങ്ങനെ ചെറുതായിട്ട് കാണാനൊന്നും പേടി കഴിക്കണ്ട. അതൊക്കെ എനിക്ക് വളരെ ഭംഗിയായിട്ട് അറിയാം. ആ കാര്യങ്ങളോട് അങ്ങനെയുള്ള ഒരു ചർച്ചയും വേണ്ട, ഒരു തരത്തിലുള്ള വാക്കും വേണ്ട. അതൊക്കെ ആദ്യത്തെ റൗണ്ടിലെ അതൊക്കെ അതിനുള്ള ശേഷി എനിക്കുണ്ട്. ഞാനിപ്പോ ചോദിച്ച കാര്യത്തിന് അദ്ദേഹത്തിന് അറിഞ്ഞിരിക്കണം. വേറെ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ചോദിച്ചിരുന്നെങ്കിൽ പറഞ്ഞു തന്നെ എങ്ങനെയാണ് ഒരു പ്രസന്റ് ചെയ്യുന്നത്. അല്ലാതെ അദ്ദേഹം പറഞ്ഞാൽ മതി, ഞാനിത് കേട്ടോട് തൃപ്തിപ്പെട്ടോളാം. അതെങ്ങനെ സംഭവിച്ചു എനിക്കതിനകത്ത് എന്ത് സംശയം ചോദിക്കാനുള്ള അധികാരം അവകാശമുണ്ട്. ഞാൻ പൗരനാ, ഞാൻ ADM-നോട് ചോദിച്ചു, ADM ക്ലിയർ ചെയ്താൽ മതി. അത്രേ ഉള്ളൂ കാര്യം. ഞാൻ അതിനെ ഉദ്ദേശിക്കുന്നു. ബഹുമാന്യരെ, ഒരു രണ്ടാമത്തെ പാറക്കോറിയുടെ അനുമതിക്ക് വേണ്ടിയാണ് എൻ്റെ പേര് യൂസഫ് ചേലപ്പള്ളി. ഞാൻ റിട്ടയർഡ് ഹെഡ് മാസ്റ്ററാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ഇവിടെ ഒരു പാറക്കോറി അനുമതി നൽകിയപ്പോൾ തന്നെ അവിടുത്തെ ജനങ്ങളുടെ ജീവിതം തന്നെ നിസ്സഹമായിരിക്കും. ആ ഒറ്റ പാറ പൊട്ടിക്കൽ കൊണ്ട് 5ഓളം വീടുകളുടെ ഭിത്തികൾ ഇടിഞ്ഞിരിക്കുകയാണ്. അപ്പോ അത്രയും ഒരു ബുദ്ധിമുട്ട് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മനുഷ്യാവകാശ ലംഘനം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ മനുഷ്യാവകാശ ലംഘനത്തിന്റെ ആവർത്തനമാണ് ഇവിടെ വീണ്ടും കാണിച്ചിരിക്കുന്നത്. അടുത്ത പാറക്കോറിക്ക് വേണ്ടി കാണിച്ചിരിക്കുന്നത് പോരേടം പ്രദേശത്ത്, ആ പ്രദേശത്തിൽ ലൊക്കാലിറ്റി കാണിക്കാതെ സ്കൂളുകൾ കാണിച്ചിരിക്കുന്ന MGHS ചടയമംഗലമാണ്. 6 കിലോമീറ്ററോളം ദൂരമുള്ള MGHS ചടയമംഗലമാണ്. ഏകദേശം
1 കിലോമീറ്റർ പോലും ദൂരമില്ലാത്ത ഒരു ഹൈസ്കൂളാണ് കോരയുടെ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ. ആ സ്കൂൾ അവിടെ കൊടുത്തിട്ടില്ല. അതുപോലെ 500 മീറ്റർ പോലും ദൂരമില്ലാത്ത ഒരു സ്കൂൾ LPS ഉണ്ട്. ആ സ്കൂളിന്റെ ലൊക്കേഷൻ കാണിച്ചിട്ടില്ല. ഇവിടെ ചടയമംഗലം കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിന്റെ ലൊക്കേഷനാണ് കാണിച്ചിരിക്കുന്നത്. കോരയുടെ മഹാദേവ ക്ഷേത്രം പറയുന്നത് 600 മീറ്റർ പോലും അകലെയില്ലാത്ത ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിന്റെ ലൊക്കേഷൻ കാണിച്ചിട്ടില്ല. ആയിരവല്ലി ക്ഷേത്രം എന്ന് പറയുന്നത് അവിടെ നിന്ന് പാറക്കോരയിൽ നിന്ന് 100 മീറ്റർ പോലും അകലെയില്ലാത്ത ക്ഷേത്രമാണ്. ആ ക്ഷേത്രം പോലും കാണിച്ചിട്ടില്ല. അതുപോലെ പള്ളി, കോരയുടെ പള്ളി എന്ന് പറയുന്നത് 500 മീറ്റർ പോലും ദൂരമില്ല. കല്ലടം തന്നെ തെക്കാവ് എന്ന് പറയുന്നത് 200 മീറ്റർ പോലും അകലമില്ല. അപ്പൊ അങ്ങനെയുള്ള ലൊക്കേഷൻ കാണിക്കാതെ ഒരു മനുഷ്യാവകാശ ലംഘനമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ ഞങ്ങൾ ശക്തമായി പോരാടുമെന്ന് ഉറച്ചു പറയുകയാണ്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ പാറക്കോരിക്ക് അനുമതി കൊടുത്തത് LDF സർക്കാരാണ്. പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്താണ്. ഗ്രാമപഞ്ചായത്തിന് ആർജവമുണ്ടെങ്കിൽ ഇത്രയും ജനങ്ങളെ ദുഷ്കരമാക്കിയ ആ പാറക്കോരിക്കെതിരെ നൽകിയ അനുമതി പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർവാഹിച്ചു. സാർ, എൻ്റെ പേര് ജാഫർ ഖാൻ. ഞാനൊരു റിട്ടയർഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. ഞാൻ ഈ കോറിയുടെ ഏകദേശം ഒരു 100 മീറ്റർ ചുറ്റളവിൽ താമസിക്കുന്ന ആളാണ്. കല്ലടത്തടി ഭാഗത്താണ്. അവിടെയാണ് ഈ കോറിയും വരുന്നത്. സത്യത്തിൽ ഇത് വളരെ അപഹാസ്യമാണ്. ADM-നെ പോലെ ജില്ലയിലെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥനെ വളരെ തെറ്റായ വിവരങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ഇതൊരു കളിപ്പിപ്പാണ്, അപഹാസ്യമാണ്. സത്യത്തിൽ ഈ പരിപാടി ഈ ഹിയറിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് ശരിയായ റിപ്പോർട്ടുമായി വരാൻ സാർ ഇവര് നിർദ്ദേശം കൊടുക്കുകയാണ് വേണ്ടത്. സാറിനെ പോലെ നിങ്ങളെപ്പോലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ഗവൺമെന്റിന്റെയും ജനങ്ങളുടെയും സമ്പത്ത് വ്യയം ചെയ്ത് ഇവിടെ വന്ന് ഇതിനു വേണ്ടി ഈ പാറക്കോറിക്ക് വേണ്ടി ഇരിക്കുന്ന ഇവരെ കളിപ്പിക്കുന്ന എത്ര അസംബന്ധമാണ് ഈ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാർ, തൊട്ടടുത്ത് 500 മീറ്റർ അടുത്ത് വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂള്, അതിനടുത്ത് LP സ്കൂള്, അതിനടുത്ത് ഏറ്റവും അടുത്തായി കല്ലടത്തടി തൈക്കാവ്, അതിനടുത്ത് 500 മീറ്ററിനുള്ളിൽ ഒരു പള്ളി, അതിന്റെ തൊട്ടിപ്പുറത്ത് മഹാദേവ ക്ഷേത്രം, അതിന്റെ പുറത്ത് ഗണപതി ക്ഷേത്രം, എളമ്പറക്കോട് ക്ഷേത്രം, കണ്ണമ്പാറ ക്ഷേത്രം, അത് കഴിഞ്ഞ് ആയിരവല്ലി ക്ഷേത്രമുണ്ട്, ഗണപതി ക്ഷേത്രം, ഇപ്പുറത്ത് സ്കൂള്, വിവേകാനന്ദ സ്കൂൾ കഴിഞ്ഞിട്ട് ഗവൺമെന്റ് UP സ്കൂള്. സാർ, ഈ കുട്ടികൾക്ക് പഠിക്കണ്ടേ? ഞാൻ എന്റെ അഭിപ്രായം വിനീതമായി പറയുകയാണ്. ഇത് അധികാരികളെ കളിപ്പിക്കുന്ന, നമ്മളെ വെറും മോശക്കാരാക്കുന്ന ഒരു റിപ്പോർട്ടാണ്. സാർ, ഈ കള്ള റിപ്പോർട്ട്, ഇത് സത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഈ കള്ള റിപ്പോർട്ട് സാറിന്റെ മുമ്പിൽ ഇരുത്തി സാറിന്റെ മുന്നിൽ അവതരിപ്പിക്കാൻ ഇവർക്ക് എങ്ങനെ ധൈര്യം വന്നു? സാർ, ഞാനാണെങ്കിൽ സമ്മതിക്കില്ല. ഞാനും ഗവൺമെന്റില് ഭേദപ്പെട്ട പോസ്റ്റുകൾ വഹിച്ചിട്ടുള്ള ആളാണ്. ഞാനാണെങ്കിൽ അപ്പോഴും നിർത്തിവെപ്പിക്കും. ഇതിന് നടപടിയെടുക്കും. ഇത് നമ്മളെ ചീത്ത വിളിപ്പിക്കുന്ന, നമ്മളെ മോശക്കാരാക്കുന്ന ഒരു വലിയ പരിപാടിയാണ്, ഗവൺമെന്റിനെ പറ്റിക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ഈ റിപ്പോർട്ട് ഇവിടെ തള്ളിക്കളഞ്ഞ് ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പാടില്ല എന്ന് സാറ് നിർദ്ദേശം നൽകണം. ഈ പദ്ധതി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ, ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ഈ നാടിന് വളരെയധികം ആപത്തുണ്ടാക്കുന്നതാണ്. ഇല്ലെങ്കിൽ സാർ, ഇത്രയും ജനങ്ങൾ ഇവിടെ വന്നിരിക്കില്ല. ഇത് അവനവന്റെ ഒരു നാടൻ ചൊല്ലുണ്ടല്ലോ, അവനവന്റെ അമ്മയ്ക്ക് വരുമ്പോഴാണ് വിവരം അറിയുന്നത്. മറ്റുള്ളവർ വരുമ്പോൾ നോക്കി ചിരിക്കാൻ നമുക്ക്. അതുകൊണ്ട് ഈ നാടിനെ നശിപ്പിക്കുന്ന, മുച്ചൂട് മുടിക്കുന്ന ഈ ഒരു കോറി, 500 മീറ്ററിനുള്ളിൽ 6 കോറി, തൊട്ടപ്പുറത്ത് അടുത്തത് കരിപ്പാറ കോറി. ഇതെന്താണ് സാർ? മനുഷ്യന് ജീവിക്കണ്ടേ? നിങ്ങളോടല്ലാതെ ഞങ്ങൾ ആരോട് ചോദിക്കും? ജില്ലാ കളക്ടറുടെ പ്രതിനിധിയായിട്ടാണ് സാർ വന്നിരിക്കുന്നത്. സാറ് ഞങ്ങളെ എല്ലാവരുടെയും സംരക്ഷണം ഏറ്റെടുത്തിട്ടുള്ള ആളാണ് നിയമപരമായി. അതുകൊണ്ട് ഈ ഭാവിയിൽ ഈ നാടിനെ ആപത്തിലേക്ക് നയിക്കരുത്. ശക്തമായ പ്രക്ഷോഭണം ഇതുമായിട്ട് മുന്നോട്ട് പോയാലുണ്ടാവും. സാർ, ഇതിനെതിരെ നടപടിയെടുക്കണം. ഇതൊരു കള്ള റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചതിന്റെ നടപടിയെടുക്കണമെന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുകയാണ്. ഒരു കാരണവശാലും ഒരു പാറക്കോറിക്കും അവിടെ അനുമതി കൊടുക്കരുത്. ജനവാസ മേഖലയാണ്, കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല. തൊട്ടിൽ കിടക്കുന്ന കുട്ടികൾ പോലും ഞെട്ടി ഉണരുന്ന ഒരു അവസ്ഥ സംജാതമായിരിക്കുകയാണ്. ഇവർ പറയുന്ന പൊടിപടലങ്ങൾ വെള്ളമൊഴിച്ച് നിർത്തുമെന്ന്.
അന്തരീക്ഷത്തിലേക്ക് പോകുന്ന പൊടിപടലങ്ങളെ സഖാവേ നിങ്ങൾ എങ്ങനെ വെള്ളമൊഴിച്ച് നിർത്തും? ഈ ഈ ഈ ഈ സ്ഫോടനം കൊണ്ട് ഉണ്ടാകുന്ന ഈ വീടുകൾക്കും മറ്റും പാലങ്ങൾക്കും മറ്റും ഉണ്ടാകുന്ന ഈ കേടുപാടുകൾ നിങ്ങൾ എങ്ങനെ തടഞ്ഞു നിർത്തും? നിങ്ങൾ എന്താണ്? നിങ്ങൾ ബാക്കിയുള്ള കളിയാക്കാണോ? ഞങ്ങളാരും 10 മാസം തികഞ്ഞ് പ്രസവിച്ചവരല്ലേ? നിങ്ങൾ ഈ കള്ള റിപ്പോർട്ടും തിരുവൈക്കോട് ക്ഷേത്രം, ഹലോ, ഈ തിരുവൈക്കോട് ക്ഷേത്രം എവിടെ കിടക്കുന്നു? ചെന്തുരുണി മല എവിടെ കിടക്കുന്നു? തൊട്ടപ്പുറത്ത് 50 മീറ്റർ അപ്പുറത്തുള്ള ഇളമ്പലക്കോട് റിസർവ് ഫോറസ്റ്റ് കാണുന്നില്ലേ നിങ്ങൾ? ഞങ്ങളെ മര്യാദക്കാരായതുകൊണ്ടാണ് കൈകാര്യം ചെയ്യാത്തത്, ഓർമ്മ വേണം. മനസ്സിലായില്ലേ? മര്യാദക്കാരായതുകൊണ്ട് നിങ്ങളെ കൈകാര്യം ചെയ്തില്ല. എടുത്തോണ്ട് പോടോ നിന്റെ ഈ പൊളി റിപ്പോർട്ട്. കള്ളത്തരം കൊണ്ട് പിന്നെ സോറി സാർ, വികാരം കൊണ്ട് പറഞ്ഞു പോയതാണ്. സോറി. കാരണം കഴിഞ്ഞ ദിവസവും ഇവർ ജനങ്ങളെ പറ്റിച്ചു. അതുകൊണ്ട് ഇതൊരു കാരണവശാലും ഈ റിപ്പോർട്ട് അംഗീകരിക്കരുത്. സാറ് ഈ പാറക്കോടിക്ക് വേണ്ടി ശുപാർശ ചെയ്ത് ഇത് ജനങ്ങളുടെ അപേക്ഷയാണ്. ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നമസ്കാരം, എൻ്റെ പേര് ഇജാസ് ആണ്. ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്. 6 വർഷത്തോളം ഇതിന് സമീപ പ്രദേശത്തായുള്ള മടവൂർ എന്ന് പറഞ്ഞ ഗ്രാമപഞ്ചായത്തിൽ എഞ്ചിനീയറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഈ വാട്ടർഷെഡ് ബേസ്ഡ് പ്ലാനിങ്ങിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ മാസ്റ്റർ ട്രെയിനർ കൂടിയായിരുന്നു ഞാൻ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന റിപ്പോർട്ടിൽ എങ്ങനെയാണ് ഇവർ തയ്യാറാക്കിയതിൽ വളരെ സംശയാസ്പദമാണ്. കാര്യം ഇവരൊരിക്കലും ആ സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുള്ളതായിട്ട്, ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയിൽ ഒരിക്കൽ പോലും ഇവരെ അവിടെ ആരും കണ്ടിട്ടില്ല. അവിടുത്തെ പരിസരവാസികളുമായിട്ടോ വാർഡ് മെമ്പർമാരുമായിട്ടോ പ്രധാനപ്പെട്ട ആളുകളുമായിട്ടോ ഒന്നും ഒരു സംഭവിച്ചിട്ടില്ല. ഒരു തരത്തിലുള്ള പരിശോധന ഇവർ നടത്തിയതായിട്ടാണ് തോന്നുന്നത്. ഗൂഗിൾ മാപ്പ് വഴിയോ ഗൂഗിൾ എർത്ത് വഴിയോ എടുത്ത വിവരങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതായത് ഏകദേശം ഇന്നലെയും കഴിഞ്ഞ ഹിയറിംഗിലും ഈ ഹിയറിംഗിലുമായിട്ട് പറഞ്ഞ കണക്കുകൾ പ്രകാരം 13 ലക്ഷം ടൺ പാറ, അതായത് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് വെച്ചിട്ട് ഏകദേശം 120 കോടി രൂപയുടെ ഒരു പ്രൊജക്ടിന്റെ റിപ്പോർട്ടാണ് ഇവരോട് അവതരിപ്പിച്ചിരിക്കുന്നത്. 3000-ഓളം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ റിപ്പോർട്ടാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്. എന്നിട്ട് അതിൽ യാതൊരുവിധ സീരിയസ്നെസ്സും ഇല്ലാതെ, വസ്തുതാപരമായ കാര്യങ്ങളില്ലാതെയാണ് പൂർണ്ണമായിട്ടും ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. സാർ, ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്, അതായത് ഈ വരുന്ന മല സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 3 പഞ്ചായത്തുകളുടെ സെന്ററായിട്ടാണ്. മടവൂര്, പള്ളിക്കൽ, ചടയമംഗലം, ഈ 3 പഞ്ചായത്തുകളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു വലിയ മലയാണിത്. അതുമാത്രമല്ല, ഏകദേശം 3 പ്രധാനപ്പെട്ട വാട്ടർ ഷെഡുകളുടെ, നീർത്തടങ്ങളുടെ സെന്റർ പോയിന്റ് ആണ്. അതിന്റെ വാട്ടർ ബേസിനാണ്. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം സംഭരിക്കുന്ന വലിയൊരു മലയാണ്. ഈ മലയിൽ നിന്നാണ് ഏകദേശം ഈ 3 വാട്ടർ ഷെഡുകളിലുമായിട്ട്, അതായത് ഈ 3 പഞ്ചായത്തിലായിട്ട് നമുക്ക് നീർത്തട മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. പ്രധാനപ്പെട്ട 3 പഞ്ചായത്തുകളിലായിട്ട് ഈ നീർത്തട മാസ്റ്റർ പ്ലാൻ എവിടെയും ഇവർ പരിശോധിച്ചിട്ടില്ല. ചടയമംഗലം പഞ്ചായത്തിന്റെ നീർത്തട മാസ്റ്റർ പ്ലാൻ പ്രകാരം ഏകദേശം ഈ പദ്ധതി പ്രദേശത്ത് 16 ഫസ്റ്റ് ഓർഡർ സ്ട്രീമുകളുണ്ട്. സെക്കൻഡ് ഓർഡർ സ്ട്രീമുകൾ 5 എണ്ണം ഉണ്ട്. തേർഡ് ഓർഡർ സ്ട്രീമുകൾ 1 എണ്ണം, ഫോർത്ത് ഓർഡർ സ്ട്രീമുകൾ 1 എണ്ണം. ഇത്രയധികം സ്ട്രീമുകൾ ഈ പദ്ധതി പ്രദേശത്ത് മാത്രമുണ്ട്. ഇത് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. ഇനി മടവൂർ ഗ്രാമപഞ്ചായത്തിലും പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിലും വിവരങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതിലും ഇരട്ടിയിലേറെ സ്ട്രീമുകൾ ഈ പ്രദേശത്തുണ്ട്. ഇത്തരം റിപ്പോർട്ടുകൾ എവിടെയും ഈ റിപ്പോർട്ടിൽ ഒരു ഭാഗത്തും ഈ വാട്ടർ ഷെഡിനെ പറ്റിയിട്ടോ വാട്ടർ ഷെഡിന് എന്ത് സംഭവിക്കണം എന്നുള്ള കാര്യങ്ങൾ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. അതായത് അത് തന്നെ വസ്തുതാപരമായിട്ട്, അതായത് നിലവിൽ, അതായത് നമ്മളെ 2018 അധികാരം ഉണ്ടാക്കല്ലേട്ടാ, ഉണ്ടാക്കില്ലേട്ടാ, എല്ലാവർക്കും ആവശ്യമുണ്ട് സംസാരിക്കാൻ. അല്ല, ഉള്ളവർ മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും സംസാരിക്കാൻ അവസരമുണ്ട്. എല്ലാവർക്കും സംസാരിക്കാൻ അവസരമുണ്ട്. ഇരിക്കെ ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ കേട്ടിരിക്കുക. അല്ല, ഇതിന് കൂപ്പി വിളിയും വേണ്ട, കയ്യടിയും വേണ്ട. ഇതിനൊന്നിനും പ്രത്യേകിച്ച് മാർക്കൊന്നുമില്ല. ഏതിനാണ് ഏറ്റവും കൂടുതൽ കയ്യടി, ഇതിനൊന്നും മാർക്കില്ല. അങ്ങനെ തന്നെ ധരിക്കുക. കാര്യം മാത്രം പ്രസക്തമായിരിക്കണം. അല്ല, വെറുതെ കയ്യടിക്ക് വേണ്ടിയുള്ള പ്രസംഗത്തിനൊന്നും പ്രത്യേകിച്ച് മാർക്കോ പ്രത്യേകിച്ച് ഗുണമോ ഉണ്ടാവില്ല. നിങ്ങൾ പറയുന്ന പോലെ കൃത്യമായ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സംസാരിക്കുക. ഓക്കെ, തിരിച്ചും അച്ചടക്കം ഉണ്ടായിരിക്കണം, നിർബന്ധമായിട്ടുണ്ടായിരിക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ അക്കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നടക്കണോ നടക്കണോ തീരുമാനിക്കുന്ന മീറ്റിംഗ് ആയത്.
ഇതിനകത്ത് നിന്ന് ഭാഗം ഉണ്ടാക്കിയിട്ട് അക്കൗണ്ട് ചെയ്യാതെ പോയിട്ട് നാളെ സമരമായിട്ട് അവിടെ നിന്നിട്ട് കാര്യമില്ല. മനസ്സിലായില്ലേ? ഇത് കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഒരാൾ പറയുന്നത് അക്കൗണ്ട് ചെയ്യുന്ന സമയം. അതായത് 2018 ഫ്ലഡിന് ശേഷം വന്ന ഗവൺമെന്റിന്റെ ഏത് തരം പ്രോജക്റ്റ് ഏറ്റെടുത്ത് നടപ്പിലാക്കണമെങ്കിലും നീർത്തടാധിഷ്ഠിതമായി നടപ്പിലാക്കണമെന്നാണ് പറയുന്നത്. അപ്പം ഇത്തരം സാധനങ്ങൾ ഒരു തരത്തിലും ഈ റിപ്പോർട്ടിൽ എവിടെയും ഒരു നീർത്തടത്തെ പറ്റിയിട്ട് പ്രതിപാദിച്ചിട്ടില്ല. പിന്നെ പ്രധാനപ്പെട്ട പറയാനുള്ളത് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 30 to 40% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി 30 to 40 ഉള്ള പ്രദേശത്ത് അത്രയും മണ്ണ് മാറ്റി പാറ പൊട്ടിക്കുമ്പോൾ അത് എങ്ങനെ അതിനെ അഫക്ട് ചെയ്യുന്നുള്ള കാര്യത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല. വാട്ടർ ടേബിളിനെ പറ്റി പറഞ്ഞില്ല. എത്രത്തോളം വാട്ടർ ടേബിൾ താഴെ പോകും എന്നുള്ള കാര്യത്തെ പറ്റിയിട്ട്. അതായത് ഈ പ്രദേശത്ത് മാത്രം 800-ലധികം വീടുകളുടെ കിണറുകളുണ്ട് ഈ പദ്ധതി പ്രദേശത്ത് ചുറ്റാകെയായിട്ട്. അപ്പോൾ ഇത്രയധികം മാസം ഒരു സ്ഥലത്ത് മാറുമ്പോൾ അത്രയധികം മണ്ണ് ഒരു വാട്ടർ റിസർവോർ ആയിട്ട് നിൽക്കുന്ന ഒരു പോർഷനിൽ അത്രയും മണ്ണ് മാറുമ്പോൾ എത്രത്തോളം വാട്ടർ ടേബിളിനെ അഫക്ട് ചെയ്യും എന്നുള്ളത് എവിടെയും റിപ്പോർട്ടിൽ പ്രതിപാദിച്ചിട്ടില്ല. ഏകദേശം 800-ലധികം വീടുകളിലെ ഇത് നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ്. ഇത്രയധികം മാസം അവിടെ നിന്ന് മാറുന്നത് അത്രയധികം ഈ ഒരു വാട്ടർ ഷെഡിന് വരുന്ന ഇമ്പാക്ട് എത്രത്തോളം വീടുകളെ ബാധിക്കും എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. പിന്നെ ഉള്ളത് പ്രധാനപ്പെട്ട ഒരു സാധനം ഈ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിന് നിയർബൈ ഉള്ള ഫോറസ്റ്റ് ഏരിയ ശെന്തുരുണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശെന്തുരുണി എവിടെ കിടക്കുന്നു? ഇവിടെ നിലവിൽ പാലോട് റേഞ്ചിന്റെ കീഴിൽ ഇളംപ്രക്കോട് ഫോറസ്റ്റ് റിസർവ് ഉണ്ട്. അത് സാർ എവിടെയും റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അത് വളരെ അടിസ്ഥാനപരമായ ഒരു മിസ്റ്റേക്കാണ്. അതെന്തുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ റിപ്പോർട്ടിലും പറഞ്ഞു, ഈ റിപ്പോർട്ടിലും പറഞ്ഞു, അത് എന്തുകൊണ്ട് രണ്ടാമത് പരിശോധിച്ചില്ല എന്നുള്ളത് പറയേണ്ടതാണ് നിങ്ങൾ. എന്തുകൊണ്ട് ഇതിന് തൊട്ട് 200 മീറ്റർ പോലും അകത്ത് വരുന്ന ഈ പറയുന്ന പാലോട് ഫോറസ്റ്റ് റേഞ്ചിലെ ഇളംപ്രക്കോട് വനമുണ്ട്. അത് എന്തുകൊണ്ട് മെൻഷൻ ചെയ്തില്ല റിപ്പോർട്ടിൽ? അപ്പൊ നിങ്ങൾ അവിടെ വന്നിട്ടില്ല. ആ റോഡിൽ നിന്നാൽ പോലും ആ വനം കാണാം. അത് അവിടെ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല സാർ. അതുപോലെ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇതിനകത്ത് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ കണ്ടെത്തിയാൽ നമുക്ക് വീണ്ടും റീ ഹിയറിംഗ് നടത്താമെന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പം ഇതിൽ 40% മിസ്റ്റേക്ക് നമുക്ക് നേരിട്ട് എഴുതി കണ്ടുപിടിച്ച് തരാൻ പറ്റും, അതിന്റെ തെളിവുകൾ തരാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇത് വീണ്ടും ഇവർ റിപ്പോർട്ട് തയ്യാറാക്കി ഒരു റീ ഹിയറിംഗിന് തയ്യാറാവുമെന്നാണ് ഞങ്ങൾ ഈ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് അറിയാവുന്നത്. ഇത്രയും വസ്തുതാപരമായ മിസ്റ്റേക്കുള്ള ഒരു റിപ്പോർട്ട് അംഗീകരിക്കാൻ ഒരു കാരണവശാലും കഴിയില്ല. വീണ്ടും ഇവരെ വിട്ട് ഫീൽഡ് സ്റ്റഡി നടത്തി റിപ്പോർട്ട് ഉണ്ടാക്കി വീണ്ടും ഇതേ പ്രോസസ് ഒന്നുകൂടെ ചെയ്യണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. താങ്ക് യു. ബഹുമാനിയായ അധ്യക്ഷൻ, മാനനീയ ADM, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സാറേ, എൻ്റെ പേര് സുരേഷ് കുമാർ, ചടയമംഗലമാണ് സ്വദേശം. ഞാനൊരു സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് റിട്ടയർഡ് ഹാൻഡാണ്. അപ്പോൾ ഇങ്ങനെ പൊതുപ്രവർത്തനമായിട്ടൊക്കെ പോകണം. ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം സമിതി അംഗമാണ്. സാറേ, എനിക്ക് പറയാനുള്ളത്, അതായത് കണ്ണമ്പാറ കോറയുടെ പരിസരത്ത് ഞാൻ പോയി കണ്ടതാണ് സാർ. അവിടെ ചെന്ന സമയത്ത്, കാരണം ആ മുൻവശത്ത് ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ ഒരു ഉപജീവനം നടത്തിയിരുന്ന ഒരു ബിൽഡിങ്ങും ഇന്ന് വിണ്ടി കീറിയിരിക്കുകയാണ്. എനിക്ക് വടക്കം ഭാഷ വരാം, ഞാൻ എറണാകുളം ജില്ലയിലാണ് ഞാൻ പറഞ്ഞത്, അപ്പൊ അതുകൊണ്ട് ക്ഷമിക്കാം. പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള പരിസരത്തുള്ള കുട്ടികളുടെയൊക്കെ കാരണം രാത്രിയാകുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്നോട് പറയാണ്, രാത്രിയാകുമ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോവാണ്. കഴിഞ്ഞ വർഷം A+ ഒക്കെ വാങ്ങിച്ച കുട്ടികൾ ഇത്തവണ മാർക്ക് വളരെയധികം കുറവാണ്. സാറേ, നമ്മൾ ഇന്നലെ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട്, ഒരു കുട്ടിയെ ഒരു 2 മാർക്കം കണ്ട് കുറവായിട്ട് ഒരു സ്കൂളിന്റെ ഏറ്റവും ബാക്കിൽ കൊണ്ടുവന്നിരുത്തി. കുട്ടിക്ക് പെട്ടെന്ന് മാനസികമായിട്ട് പ്രശ്നമുണ്ട്, കുട്ടി സൂയിസൈഡ് ചെയ്തു. സാർ, ഇത് മാനസികപരമായിട്ടൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്ന ഓരോ ആരാധനാലയങ്ങൾ, മോസ്ക് ആയിക്കോട്ടെ, ചർച്ച ആയിക്കോട്ടെ, ടെമ്പിൾ ആയിക്കോട്ടെ, നമുക്കൊക്കെ ഒരു വിശ്വാസമുണ്ട്. അതിലൊക്കെ നൂറ്റാണ്ടുകളായിട്ടോ അല്ലെങ്കിൽ അതിൽ താഴെയൊക്കെ എന്നും പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളെയൊക്കെ ആ സ്വാതന്ത്ര്യങ്ങളും ആ വഴികൾ അടച്ചു കെട്ടാൻ, അവിടെ ഒരു ആർച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊളിച്ചു കളയാൻ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ ആ അദ്ദേഹത്തിന്റെ മതില് ഇടിച്ചു കളഞ്ഞ് അവർ മനഃപൂർവ്വം വണ്ടി കൊണ്ട് ചോദിച്ചോൻ പറഞ്ഞു അതിങ്ങനെ വണ്ടി തിരിച്ചെഞ്ചിപ്പോ അങ്ങനെ പോയതാണെന്ന് പറഞ്ഞു. സാർ അവിടെ ഒന്ന് നോക്കിയില്ലെന്ന് എനിക്കറിയില്ല. സാർ അവിടെ ഒന്ന് നോക്കണം സാറേ, അവിടുത്തെ പാരിസ്ഥിതിക ഇത്. കാരണം നമ്മുടെ ഗാഡ്ഗിൽ സാറ് പറഞ്ഞ രീതിയിൽ അത് പരിസ്ഥിതി ലോല പ്രദേശമാണ് സാറേ. കൊല്ലം ജില്ലയാണ്, ദൈവത്തിന്റെ സ്വന്തം നാട് കേരളമാണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ഇതുവരെ കൊല്ലം ജില്ലയാണ്. പക്ഷെ ഇനി വരാൻ പോകുന്നത് സാറേ, ഇവിടെ ഒരു ജടായുപ്പാറയുണ്ട്, അവിടെയൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടത്തരുത്. ഇപ്പൊ തന്നെ പോരടുത്ത് വീണ്ടും ഒരു കോരി വരണമെന്ന് പറഞ്ഞു. സാറേ, സാറിന്റെ സമക്ഷം പറയണം, കാരണം സാറിന്റെ ഒരുപാട് വിധികൾ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്റെ പേഴ്സണൽ പറയാൻ പാടില്ല, എന്റെ ഒരു ഇതുവരെ സാറ് വിധി പ്രഖ്യാപിച്ചാണ്. അത് പോട്ടെ, സാറിനോട് അത്രയധികം ബഹുമാനമുണ്ട്. അതുകൊണ്ട് കാരണം കളക്ടർ പകരം സാറിനെയാണ് ഇവിടെ അയച്ചിരുന്നത്. അതുകൊണ്ട് സാറ് ഇതിനൊരു സത്യസന്ധമായിട്ട് ഒരു തീരുമാനം എടുത്ത്, കാരണം ഈ കോരികളുടെ പ്രവർത്തനം ഇവിടെ നിർത്തണം സാറ്. സാറേ, യൂറോപ്യൻ കൺട്രിയിലെ കോരി ഇതുപോലെ തന്നെ പാരിസ്ഥിതിക ലോല പ്രദേശങ്ങളുണ്ട്.
അവിടെയൊക്കെ നമ്മളെന്ന് പറഞ്ഞ് സാറേ നെട്ടും ബോൾട്ട് കിട്ടും. എത്ര കൊടുങ്കാറ്റ് വന്നാലും അതൊന്നും പോലെ നമ്മളിനി അതിലേക്കൊക്കെ തിരിയേണ്ട കാലം കഴിഞ്ഞു. നമ്മുടെ കേരളത്തിലുണ്ട് അങ്കമാലിയിൽ ഈറ്റ, അതായത് നമ്മുടെ ബാമ്പു പ്ലൈ എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ച് കെട്ടിടങ്ങൾ വെച്ച് അവിടെ ജനവാസ മേഖലയിൽ അവിടെ ആൾക്കാർ താമസിക്കുന്നുണ്ട് സാറേ. അപ്പൊ നമ്മൾ അപ്പൊ ഒന്നോ രണ്ടോ ആൾക്കാരെ തടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തിനാ സാറേ ഈ പാവപ്പെട്ട നമ്മളെ ഈ ജനങ്ങളെ നമ്മളിങ്ങനെ ആക്കുന്നത് സാറേ? വളരെ ദയനീയമാണ് സാറേ. അതുകൊണ്ട് സാറ് പറ്റുകയാണെങ്കിൽ സാർ അവിടെ വന്ന് നോക്കിയിട്ട് ജിയോളജിയിൽ സാറ് ഓരോ പേര് കൊടുത്ത് ഇങ്ങനെ ഇരുത്തിയിട്ടുണ്ട്. ഞാൻ ഉദ്യോഗസ്ഥരായിട്ട് കുറ്റം പറയണില്ല. അതുപോലെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥര് സാർ ഈ ചടയമംഗലം സ്റ്റേഷനിലെ നാഷണൽ അവാർഡും സംസ്ഥാന അവാർഡും കിട്ടിയ നല്ല പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് സാറേ. പെൻഷൻ പറ്റി പോയവരുണ്ട്. അവരവർ ഇതിൽ വരച്ചിട്ട് കാരണം ഒരു സംഘർഷം ഉണ്ടാകുമ്പോഴത്തേക്ക് അവർക്ക് നമ്മളെ കൈകാര്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു മാനസികമായിട്ട് ഇവിടെ ഒരു ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് സാറേ, ഈ ഒരു പാറക്കോറയുടെ ഇവിടെ നിർത്തിക്കൊണ്ട് ഇതിനൊരു പരിഹാരം സാറ് പൊതുജനങ്ങൾക്ക് അനുകൂലമായിട്ട് എടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. എൻ്റെ പേര് ദിലീപ് കുമാർ. ഞാൻ നിലവിലുള്ള കണ്ണമ്പാറ നാറ്റ് ഇൻഡസ്ട്രി കോറിയിലെടുത്തു IBC തൊഴിലാളി കൂടിയാണ്. സ്ഥലം പോരാണ്. നിങ്ങൾ ആര് സംസാരിക്കുമ്പോഴും ആര് സംസാരിക്കുമ്പോഴും ഞാൻ ഇടപെട്ടില്ല. ഇനി ഒരു മനുഷ്യൻ ഇവിടെ സംസാരിക്കാത്ത രീതിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. എന്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയും. ആരും വേണ്ട. ഇന്ത്യ ഇവിടെ നടക്കില്ല. ഇവിടെ അധികാരികളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്. എനിക്ക് എന്റെ അഭിപ്രായം പറയണം. പറയട്ടെ എന്റെ അഭിപ്രായം പറയണം. നിങ്ങൾക്ക് നിന്റെ അഭിപ്രായം പറയണമെങ്കിൽ എനിക്ക് എന്റെ അഭിപ്രായം പറയണം. ഇവിടെ ആരും സംസാരിക്കില്ല. ഇവിടെ നടക്കില്ല. എല്ലാവർക്കും വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. പറയട്ടെ. പറയുന്നതിന് മുമ്പ് ഞങ്ങൾ വെള്ളം വയ്ക്കുന്നില്ല. എനിക്ക് സാറേ ഇങ്ങനെയുള്ളവരെ സാറേ ഇവരെ ഹാർഡിൽ ഇറക്കി വിടണം. അതാ വേണം. പിന്നെ നമ്മൾ സംസാരിക്കണം. എത്ര നമ്മളെ വിളിക്കല്ല. വ്യക്തിപരമായിട്ട് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം പിന്നെ എൻ്റെ പേര് ദിലീപ് കുമാർ. നാറ്റ് ഇൻഡസ്ട്രിയിലെ ഒരു IBC തൊഴിലാളിയാണ്. പിന്നെ ഞാൻ കോരടത്ത് നിവാസിയാണ്. കോരടത്താണ് താമസിക്കുന്നത്. അപ്പം ഇത് മുടക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. മുടക്കങ്ങ് പോകും. ഇവിടെ പാറക്കോര വിരുദ്ധ സമിതിയുടെ മേലാളന്മാരും റിട്ടയർഡ് പ്രൊഫസർമാരും HM അവരൊക്കെ കഴിഞ്ഞ 24-ാം തീയതി ഹിയറിംഗിൽ സംസാരിക്കാതിരുന്ന് പോയ വ്യക്തിയാണ് ഞാൻ. അതുപോലെ നമുക്ക് ഓരോ വ്യക്തികൾക്കും അഭിപ്രായങ്ങളുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ പറയും. അത് ആരും തടസ്സപ്പെടുത്തില്ല. നിങ്ങൾ പറയൂ. ഒന്ന് കേട്ടിരിക്കണം കേട്ടോ. എനിക്ക് ആദ്യമായിട്ട് എല്ലാവർക്കും സംസാരിക്കാനുള്ള അധികാരമുണ്ട്. നിങ്ങൾ പറഞ്ഞു. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഇവിടെ ഒരു പ്രോജക്ട് റിപ്പോർട്ട് അവതരിപ്പിച്ച് 24-ാം തീയതി അവതരിപ്പിച്ച പ്രോജക്ട് റിപ്പോർട്ട് അതേപടി വീണ്ടും ആ സാധനങ്ങൾ കാണിച്ച് അവതരിപ്പിച്ചത് ഈ ഞങ്ങളെ കളിയാക്കിയതല്ല, നിങ്ങൾ പറഞ്ഞ മലിനീകരണ ഉദ്യോഗസ്ഥന്മാരെ കളിയാക്കിയെന്നാണ് തുല്യമായിട്ടാണ് തോന്നുന്നത്. അത് ഞാൻ ഉന്നതങ്ങൾ പരിഹരിച്ചുകൊണ്ട് വേണമായിരുന്നെന്ന് പറയാം. അത് തെറ്റ് തന്നെയാണ് ചെയ്തത്. അതുപോലെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ഒരു കോരയിൽ തദ്ദേശവാസികൾക്ക് 50 പേർക്ക് ജോലി കൊടുക്കുമെന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് അന്നും എഴുതി കാണിച്ച് ഇന്നും എഴുതി കാണിച്ച് സംസാരിച്ചതാണ്. ഞാൻ അവിടുത്തെ 5 പേരടങ്ങുന്ന ഒരു ടീമിലെ ജോലി ഉദ്യോഗസ്ഥനാണ്. 5 പേർക്ക് ജോലിയുണ്ട്. അവിടെ ആദ്യം അനുവദിച്ച ലൈസൻസ് കൊടുത്ത കോരയിൽ 50 പേർക്ക് ജോലി കൊടുത്തെങ്കിൽ ഇന്ന് ഇങ്ങനെ ഒരു ഹിയറിംഗിൽ ഒരു ബഹളം ഉണ്ടാവില്ല. 50 പേർക്ക് 4 കോറി വരുമ്പം 4 കോരയിൽ 200 പേർക്ക് ജോലി കിട്ടും. 200 കുടുംബത്തിൽ ശരാശരി ഒരാൾക്ക് ഒരു വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 800 പേര്. ഈ 800 പേരടക്കിയിട്ട് ഈ കോറികൾക്ക് ഇനി പഞ്ചായത്ത് ലക്ഷം കഴിയുമ്പോൾ ലൈസൻസ് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഈ കോറികൾക്ക് ഈ ആദ്യമേ മാതൃ കാണിച്ച് നിലനിൽക്കുന്ന കോറിയിൽ ഈ 50% ജോലി കൊടുത്ത് മുന്നോട്ട് പോകണം. ഇത് ഈ കോര കൊണ്ട് ഏത് വ്യക്തിക്കാണ് നേട്ടമുള്ളത്? കോരയുടെ മേഖലയാകെ ഏതൊക്കെ രീതിയിലായാലും പൊടിപടലങ്ങളായാലും ടോറസുകളായാലും വാഹനങ്ങളായാലും ബുദ്ധിമുട്ടുണ്ടാക്കും. അത് എന്റെ പേര് സുനി. ഞാൻ കോരടം കണ്ണമ്പാറ എന്ന സ്ഥലത്ത് നാറ്റ് ഇൻഡസ്ട്രി സെന്ററിന്റെ 50 മീറ്ററും അകലം താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനിവിടെ ഇരിക്കുന്നത് ഇരിക്കുന്ന ഇത്രയും കുടുംബങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ കോറി കൊണ്ട് അനുഭവിക്കുന്ന ദുരന്തം ഈ സ്ത്രീകൾക്കറിയാം. അവരുടെ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് ഇത് നേരിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ.
എന്റെ പിള്ളേര് രാത്രി പഠിക്കാൻ വെളുപ്പിനെ 3 മണിക്ക് ടോറസ് കയറി വരും, തുരാന്ന് പറഞ്ഞ് വെളുപ്പിനെ 3 മണിക്ക്. ഇതൊന്നും ഇവിടുത്തെ ജോലി വേണമെന്നൊരു ഈ സാറിന് അനുഭവിക്കപ്പെട്ടിട്ടല്ല. ഞങ്ങൾ എങ്ങനെ അവിടെ ജീവിക്കുന്നു? ഞങ്ങൾ എങ്ങനെ അതുവഴി ഒരു നീർച്ചാൽ ഒഴുകുന്നത് എന്റെ വീടിന്റെ സൈഡിൽ കൂടാണ്. ഇപ്പം കല്ല് കെട്ടി അത് പൊക്കി അതെല്ലാം കൂടെ ആ വെള്ളം അവിടെ തന്നെ നിന്ന് അതെല്ലാം കൂടെ പൊട്ടിമറിച്ച് ഞങ്ങളുടെ മണ്ടേ കൂടെ വരുമെന്നുള്ള വീടിൽ ഞങ്ങൾ കഴിയുന്നത് അവിടെ. ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വയ്യ. 9 വയസ്സുള്ള 10 വയസ്സുള്ള ഒരു മോൾ എനിക്കുണ്ട്. അത് ചോദിക്കുക, അമ്മ ഞങ്ങൾക്ക് പഠിക്കാൻ വയ്യാത്ത രീതിയിൽ ഇവിടെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുവാണ്. അപ്പം നമ്മൾ എങ്ങനെ ഇവിടെ ജീവിക്കും അമ്മ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് എങ്ങോട്ടെങ്കിലും പോയി ചത്ത് കളയാം. ഈ കുഞ്ഞുങ്ങളുടെ മനോവിഭാഗം അവർ ഉറക്കത്തിലല്ല, പാരാത്രിയിൽ എണീറ്റ് ഇരുന്ന് കരച്ചിലാണ് അവരവിടെ ചെയ്യുന്നത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൻ എനിക്ക് ആ സമയം കൊണ്ട് ഏറ്റവും നല്ലോണം പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ് എൻ്റെ മോൻ. അറിയുമ്പോൾ ആ കുഞ്ഞിന് അനുഭവപ്പെട്ട ഇത്, ആ കുഞ്ഞിന് പഠിക്കാൻ വയ്യ. അത് 4:30 പഠിക്കണ്ട, വെളുപ്പിനെ പഠിക്കണ്ട, 7 മണിക്ക് പഠിക്കണ്ട, 8 മണിക്ക് പഠിക്കണ്ട. ഒരു സമയത്തും ഇത് പഠിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലാണ് നാജൻ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഓറിയുടെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക്. അവിടെ വെടിപൊട്ടിച്ച് കല്ല് വന്ന് എന്റെ ജനലിന്റെ വന്ന് വീണ് ജനൽ പാളി പൊട്ടി മാറി. ആരും അറിഞ്ഞില്ല. സ്റ്റേഷനിൽ പരാതി കൊടുത്താലൊന്നും ഒരു ഫലമില്ലെന്ന് ഞങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് അത് ഞങ്ങൾ കൊടുത്തില്ല. നിരവധി പരാതികൾ വില്ലേജ് ഓഫീസിലും പഞ്ചായത്ത് ഓഫീസിലും എല്ലാം കൊടുത്ത് ഞങ്ങൾക്ക് അത്രയ്ക്ക് മടുത്ത് ആ കോറി കൊണ്ട്. ഞങ്ങളുടെ കിണറ്റിൽ വെള്ളമില്ല, വന്ന് നോക്ക്. ആ സ്ഥിതിയിലാണ് അവിടെ വന്നിരിക്കുന്നത്. പൊടിപടലങ്ങൾ എല്ലാം. അപ്പുറം ഇപ്പുറം 2 അമ്പലം, ഒന്ന് പൂവത്തൂർ ക്ഷേത്രം, ഒന്ന് ആലുവല്ലി ക്ഷേത്രം. ഇതിന്റെ രണ്ടിന്റെ കൂടെ നടുക്കാണ് ഈ നാടെന്ന് പറഞ്ഞ ഇൻഡസ്ട്രീസിന് കോറി നിലനിൽക്കുന്നത്. അത് വന്ന് എന്തോ ഒരു ഹിയറിംഗ് പോലും ഇല്ലെന്ന് പറയുന്നു. ഈ പരിസരവാസികളുടെ വന്ന് അന്വേഷിക്കാതെ അതിനൊരു അന്വേഷിച്ച് കൊടുക്കാതെ എന്തുകൊണ്ട് ഈ പരിസ്ഥിതി മലിനീകരണ ബോർഡ് നിങ്ങൾ എങ്ങനെ ലൈസൻസ് കൊടുത്ത്, ഏത് രീതിയിൽ ലൈസൻസ് കൊടുത്ത് ഈ നാടെന്ന് പറഞ്ഞ ഇൻഡസ്ട്രീസിന്? ഞങ്ങൾ എങ്ങനെ അവിടെ ജീവിക്കണമെന്ന് പറയാം. ഞങ്ങളുടെ പരിസരവാസികൾ ഈ കോറി കൊണ്ട് എന്റെ ജ്യേഷ്ഠത്തിക്ക് ഹാർട്ടിന് അസുഖമുണ്ടായി. ആരെങ്കിലും അന്വേഷിച്ചോ? അതുവരെ അവർക്ക് ഷുഗർ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പൊ അവരുടെ ഇതൊന്ന് അന്വേഷിച്ച് നോക്കും. ആ 8 ലക്ഷം രൂപ വരെ അവരിപ്പോൾ ഈ സംഭവത്തിന് ശേഷം അവർക്ക് ചെലവായി. ആരും ഉത്തരവാദിത്തം പറയണം. ഇവിടെ വന്നിരിക്കൊണ്ട് ഒരു ചേട്ടത്തി അതിന്റെ ചെറിയ വില കൂടെ നോക്കാം. മലിനീകരണ ബോർഡിന്റെ ഇതിന്റെ നിർത്തുന്നത് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അവിടെ നിലനിൽക്കുന്നത്. ഞങ്ങളെ പരിസരത്തോടെ എങ്ങനെ ജീവിക്കും? കുറെ പേർക്ക് തൊഴിൽ വേണമെന്ന് പറഞ്ഞു. ഇത്രയും നാൾ അവർ ആഹാരം കഴിക്കാതാണോ ജീവിച്ചത്? ഞങ്ങൾ കുറെ പേരെ കൊന്നുകൊണ്ട് കുറെ പേർക്ക് ജോലി കൊടുത്തുകൊണ്ട് അവിടെ ജീവിക്കുന്നത് ഞങ്ങളവിടെ എന്തുമായി തീരും? ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാരും സാറിനെ പോലുള്ള ഉദ്യോഗസ്ഥരും. അവിടെ പാറ പൊടിച്ചപ്പോൾ 75 വയസ്സുള്ള തള്ളയും തന്ന എനിക്കുണ്ട്. ആ പാറ പൊടിച്ചതിന്റെ അതിന്റെ ആഘാതത്തിൽ എന്റെ ആ വീടിന്റെ ടയൽ വരെ 2 കട്ടിൽ വരെ 2 പൊങ്ങി. അത് പേടിച്ച് ഞാൻ ഉടനെ പോലീസിനെ വിളിച്ചാൽ മുമ്പേ വിളിച്ച് അവരവിടെ എത്തത്തില്ല. കാരണം നാഷണൽ ഇൻഡസ്ട്രീസ് എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരധികം എത്തത്തില്ല. ഞാൻ കളക്ടർ ഓഫീസിനെ വിളിച്ചു. കളക്ടർ വിളിച്ചു. ആ പോലീസിൽ പറഞ്ഞ് ആ പോലീസുകാർ അവിടെ വന്ന് അന്വേഷിച്ചു. അവരോട് ചോദിച്ചാൽ അറിയാം. അന്ന് അവിടെ വന്ന് അന്വേഷിച്ചാൽ ചോദിച്ചാൽ അറിയാം എന്റെ മാതാപിതാക്കൾ എങ്ങനെ അവിടെ കഴിഞ്ഞെന്ന്. ഇപ്പം ഞങ്ങൾ അവരെ മാറ്റി താമസിച്ചേക്കുക. കാരണം നമുക്കവിടെ താമസിക്കാൻ പറ്റത്തില്ല. അവരായിസറിയാതെ ഈ കോരി മൂലം മരിക്കി. അത്രയൊരാലോചന. ഞങ്ങൾ ഈ പരിസരത്തുള്ള ഏതെങ്കിലും വ്യക്തികൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുമോ? ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നു സാറേ അവിടെ? ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമല്ല. ഞാൻ ഇത്രയും നാൾ വിശ്വസിച്ച പാർട്ടികളിൽ. പക്ഷെ ഞാൻ ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം. ഞങ്ങൾ എങ്ങോട്ട് പോകും? ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്വസ്ഥമായിട്ട് അവിടെ പഠിക്കണം. ഹലോ, എൻ്റെ പേര് മത്തായി. ഓരോ കണ്ണമ്പാറ പൊട്ടിക്കുന്ന കോറിയുടെ 50 മീറ്റർ മാറിയ എൻ്റെ വീട്. ഈ കോറി വന്നതിന് ശേഷം ഞങ്ങളുടെ വീടുകളെല്ലാം വെണ്ട് കയറി അവശതയായി. അവിടെ യാതൊരു കണക്കുമില്ലാതെ ലോഡ് പോകുന്നു. രാത്രി 7 മണിക്ക് ഇവിടുന്ന് പാസ് അടിച്ചു കൊടുക്കും. രാത്രി 7 മണിക്ക് ഈ കഴിഞ്ഞ 24-ാം തീയതി വൈകിട്ട് 7 മണിക്ക് ഇവിടുന്ന് പാസ് അടിച്ചു. രാത്രിയിൽ നിന്ന പകലില്ലാതെ ലോഡ് പോകുന്നു. ഒരു ദിവസം 370 മെട്രിക് ടൺ കൊണ്ടുപോകുന്നിടത്ത് 12,000 ടണ്ണാവിടുന്ന് പോകുന്നത്. ഈ ലൈസൻസ് കൊടുത്ത അതോറിറ്റിയെ പഞ്ചായത്തോ ജിയോളജിയോ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അവിടെ നടക്കുന്നതിനെ പറ്റി അന്വേഷിക്കുന്നുണ്ടോ? അവിടെ വന്ന് കാണുന്നുണ്ടോ? ഈ ലൈസൻസ് കൊടുത്തവർ
ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ഞങ്ങൾ ലൈസൻസ് കൊണ്ടുവരാൻ തൊഴിൽ കൊണ്ടും എന്ന് പറഞ്ഞ് പോകുന്നതല്ലാതെ നിങ്ങൾ ഈ ജനങ്ങളുടെ ദുരിതം അവിടെ എന്ത് നടക്കുന്നു നിങ്ങൾ ആരെയും പറഞ്ഞ് കാണുന്നുണ്ടോ? അതുകൊണ്ട് അടിയന്തരമായിട്ട് പഞ്ചായത്ത് പഞ്ചായത്ത് ഇതെല്ലാം അവിടെ വന്ന് അവിടുത്തെ സ്ഥലം കണ്ട് ഞങ്ങളുടെ ദുരിതം നേരിട്ട് കാണും. അവിടെ അടങ്ങിയിട്ടുള്ള ഈ ദിവസം 12,000 പോകുന്നു ഏത് അടിസ്ഥാനത്തിൽ വിടുന്നു എന്നുള്ളത്. അത് മാത്രമല്ല, ഒരു ലോഡിന് അവർ 7 ടണ്ണ കാണിക്കുന്നു, 50 ടണ്ണ് പോകുന്നത്. ഞങ്ങളിനി അവിടെ വണ്ടി തടയും. കറക്റ്റ് അതിന് ഞങ്ങളുടെ ജീവൻ പോയാലും ശരി, പാസിൽ ടെണ്ണ് കറക്റ്റ് കൊണ്ടുവന്നില്ല എങ്കിൽ നാളെ മുതൽ ഞങ്ങളവിടെ വണ്ടി തടഞ്ഞു. അതിന് പോലീസോ MVD ആര് വന്നല്ലേ അത് നിർത്തിയില്ല എങ്കിൽ ഞങ്ങൾക്ക് അതിന് ശിക്ഷ അനുഭവിക്കേണ്ട കറക്റ്റ് വാട കൊണ്ടുപോയാൽ മതി. ആ കോറി അവസാനിപ്പിച്ച് തരണം. വേറൊരു കോറി അവിടെ വേണ്ടതാണ്. ജോലി ഞങ്ങൾക്ക് വേണ്ട. സാറിനോടൊരു സംശയം ചോദിക്കാനാണ്. ഇത് ഈ പരാതികളാണോ സാർ എഴുതി കൊടുത്തരുന്നേ? അല്ല, ഇത് പബ്ലിക് ഹിയറിംഗ്സ് ആയിട്ടുള്ള സ്ഥിതിക്ക് ഈ കിട്ടുന്ന പരാതികൾ ഞങ്ങളെ കേൾപ്പിക്കും. പിന്നെ പബ്ലിക് ഹിയറിംഗ്സ് എന്ന് എല്ലാവരും കൂടെ കേട്ട് പബ്ലിക്കായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതിന്റെ ഇടയിൽ എഴുതിയ അതുകൊണ്ട് കഴിഞ്ഞ തവണയൊക്കെ വന്ന് മേടിച്ചതാണ്. കഴിഞ്ഞ തവണയൊക്കെ എല്ലാം മേടിക്കുന്നത് വേറെ അനുകൂലമായിട്ടുള്ള എഴുതി കൊടുക്കാം. 100 പേര് അനുകൂലിക്കുന്നവരുണ്ട്. നമ്മൾ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തപ്പോൾ ആരും വായിച്ചില്ലല്ലോ, ചോദിച്ചതല്ലോ. എല്ലാവർക്കും ഹലോ ഹലോ അത് സാറിന്റെ കാര്യമുണ്ട്. പിന്നെ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ആൾക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ ആൾക്കാർ മാത്രമേ ഇത് കൊടുക്കാനുണ്ട്. ഇവിടെ രജിസ്റ്റർ ചെയ്ത ആൾക്കാരുണ്ട്. ആ ആൾക്കാർക്ക് പരാതിയാണോ നോക്കാം. നമുക്ക് നോക്കാം. ആ ആൾക്കാരെ ഇവിടെ പരാതി കൊടുത്തുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് പരാതി സ്വീകരിക്കേണ്ട കാര്യമില്ല. എല്ലാവരും മുന്നോട്ട് പോകുമ്പോൾ അറിയാമല്ലോ. എൻ്റെ പേര് സുരേഷ് ബാബു ഉജ്ജയിനി എന്നാണ്. ഞാൻ ഈ മധ്യപ്രദേശിന് തൊട്ടടുത്ത വാർഡിൻ്റെ 2ാമത്തെ വാർഡിൽ താമസിക്കുന്ന ആളാണ്. ഇവിടെ മുമ്മൂല എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഉണ്ടോ? ഇപ്പൊ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ഇവിടെ പറഞ്ഞോളൂ, എല്ലാം നിയമപരമായ പ്രശ്നങ്ങളാണ് ഇവിടെ പറഞ്ഞത്. അമ്പലം അവിടെ ഉണ്ട്, തോടുണ്ട്, മലയുണ്ട്, കുന്നുണ്ട് എന്നൊക്കെയുള്ള നിയമപ്രശ്നങ്ങളെല്ലാം ഇവിടെ നമ്മുടെ സഹപ്രവർത്തകരും അതേപോലെ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു. എനിക്ക് നിങ്ങൾ ഇവിടെ ഒന്ന് ചോദിക്കാനുള്ളത്, ഇപ്പൊ അവിടെ ഒരു കോറി പ്രവർത്തിക്കുന്നു. ഇതേ കോറിയുടെ അടുത്താണ് ഇപ്പൊ വരുന്ന ഈ കോറികളെല്ലാം എന്നും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ മലയിൽ എങ്ങനെയാണ് 1 വർഷം മുമ്പ് ഈ ഒരു കോറിക്ക് പ്രവർത്തനാനുമതി കൊടുത്ത് പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ നിലവിൽ ഈ വിഷയങ്ങൾ, ഈ ക്ഷേത്രങ്ങളും ഈ പള്ളികളും ഈ തോടുകളും കുളങ്ങളും എല്ലാം പരിസ്ഥിതി പ്രശ്നങ്ങളെല്ലാം ഉണ്ടായ ഈ തട്ട് തന്നെയാണ് ഇപ്പൊ ഈ കോറി വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പഠനം ശരിയല്ല, സർക്കാരിന്റെ തലത്തിലും അതേപോലെ തന്നെ പ്രൈവറ്റ് ഏജൻസി നടത്തിയ പഠനങ്ങൾ ശരിയല്ല എന്നല്ലേ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ ബഹുമാനപ്പെട്ട ADM-നോട് ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. കാരണം അങ്ങനെ പഠനം ശരിയല്ല എങ്കിൽ നിങ്ങൾ പഠനം നടത്തണം അവിടെ. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാരോട്, ഈ ചടയം പഞ്ചായത്തിലെ നിവാസികളോട് എനിക്ക് ഒന്നും പറയാനുള്ളത്, നമ്മുടെ കയ്യിലുമുണ്ട് ചില തെറ്റുകുറ്റങ്ങളൊക്കെ. കാരണം 5000 രൂപ പോലും വില കിട്ടായിരുന്ന സ്ഥലങ്ങൾ അത് 50,000 രൂപയ്ക്കും 60,000 രൂപയ്ക്കും ഏക്കർ കണക്കിന് വസ്തു ഈ പാറക്കോറിക്ക് കൊടുത്തപ്പോ അന്ന് നമ്മുടെ നാട്ടുകാരും പ്രതീക്ഷിച്ചില്ല, ഇവിടെ കോറി വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഈ 100 ആൾക്കാർ അവിടെ ഇവർക്ക് വസ്തു വില കൊടുത്തിട്ട് അവിടെ നിന്ന് കുടിയിറങ്ങിപ്പോയി. എങ്ങനെ ഈ നാടിനോടും ഈ നാട്ടുകാരോടും പ്രതിബദ്ധത ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, ഈ നാട്ടുകാര് ഈ കോറിക്ക് വേണ്ടി സ്ഥലം കൊടുത്ത് കോടിക്കണക്കിന് രൂപ പൈസ വാങ്ങിച്ചു പോയി. അപ്പൊ ഇവരല്ലേ മാഫിയ?
ഈ വസ്തു കൊടുത്തവരല്ലേ മാഫിയകള്? ഈ വസ്തു കൊടുത്തിട്ട് ഇവർ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഈ മാഫിയ ഈ നാട്ടിൽ ജീവിക്കാതെ ആ പ്രദേശത്ത് ജീവിക്കുന്നവരെ വഞ്ചനയുടെ കുഴിയിലേക്ക് കൊണ്ടിട്ടിട്ട് ഇവർ ഇറങ്ങിപ്പോയി എന്തിനാ ഈ വസ്തു കൊടുത്ത് ലാഭം വാങ്ങിച്ചത്? അപ്പൊ ലാഭത്തിനാണ് ഓരോ സ്ഥാപനങ്ങളും വ്യക്തികളും ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്നത്. ലാഭം കിട്ടാതെ വരുമ്പോ ചിലപ്പോൾ ചിലർ എതിർക്കും, ചില ധർമ്മത്തിന് പേര് ചിലപ്പോൾ അനുകൂലിക്കും. എനിക്ക് ഓരോ വരുന്നതിനോടോ അല്ലെങ്കിൽ വരാതിരിക്കുന്നതിനോടോ വിയോജിപ്പൊന്നുമില്ല. പക്ഷേ എനിക്ക് ഒരു പറയാനുള്ളത്, ഈ നാട്ടിൽ 1800 തൊഴിലാളികളും കോൺട്രാക്ടർമാരും ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. ഈ ചടയമംഗലത്തെ പാറാനെ പൊട്ടിച്ച് വേണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഓർക്കണം, ഇവിടെ പട്ടിണിയാണ്. ഇവിടെ വന്ന് എനിക്ക് മുന്നേ സംസാരിച്ച് ഞാനും ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ വന്നിരിക്കുന്ന എല്ലാം ഞങ്ങളെപ്പോലുള്ള റിട്ടയർമെന്റ് ആൾക്കാരാണ് കൂടുതൽ വന്നിരിക്കുന്നത്. 10, 30,000, 50,000, 60,000 പെൻഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് അതുകൊണ്ടൊക്കെ ജീവിക്കാം. പക്ഷെ ഇവിടെ തൊഴിലാളികളെ കാണാതെ പോകരുത്. ഇവിടുത്തെ സാധാരണക്കാരെ പാവപ്പെട്ടവരെ കാണാതെ പോകരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, നമുക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും എനിക്കും പെൺകുട്ടികളൊക്കെ ഉള്ളത്. പക്ഷെ അതുകൊണ്ട് പാറക്കോറിക്ക് അനുമതി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും പാരിസ്ഥിതിക പ്രശ്നങ്ങളും നിയമപരമായ എല്ലാ കാര്യങ്ങളും നിങ്ങളത് പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പേര് സുദേവൻ, CPIM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം. ഇവിടെ വളരെ ആവേശകരമായി 2 ഹിയറിംഗിലും വർത്തമാനങ്ങൾ വളരെ ഗൗരവത്തോടെ നമ്മൾ കാണണം. ഈ കോറിയുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടിനെയാണ് വളരെ ഗൗരവത്തോടെ കാണുന്നത്. ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ആ കോറിയുടെ പ്രദേശത്തുള്ള സ്ഥാപനങ്ങളെ കാണിക്കാതെ 6-7 കിലോമീറ്റർ ദൂരെയുള്ള ക്ഷേത്രങ്ങളും പള്ളികളും സ്കൂളുകളും എല്ലാം അതിൽ കാണിക്കുകയും ആ പ്രദേശത്തെ പൂർണ്ണമായും ഒഴിവാക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ആ റിപ്പോർട്ട് കള്ളമാണ്, പറ്റിപ്പാണ് എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കും. അതോടൊപ്പം സമരത്തിന്റെ ആത്മാർത്ഥത നമ്മൾ പരിശോധിക്കണം. ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കൊടിയുമായി വരുന്നു. ഞാൻ ആദ്യമേ പറയാം, ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ഈ റിപ്പോർട്ട് കള്ളമായി എന്നുള്ളത് കൊണ്ട് തന്നെ ജനത്തെ കബളിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ കോറിയുടെ പ്രവർത്തനം പാടില്ല എന്നുള്ള അഭിപ്രായം ഉറപ്പിച്ചു പറയുന്നു. അതോടൊപ്പം സമരത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കും. ഒരേ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ഒരു സെറ്റ് ആളുകൾ കൊടിയും പിടിച്ച് ഞങ്ങൾക്കിത് വേണ്ട എന്ന് പറയുകയും അതേ കക്ഷിയിലുള്ള മറ്റൊരു കൂട്ടർ എനിക്ക് താ എന്ന് പറഞ്ഞ് നിൽക്കുകയും ചെയ്തു. അതിവിടെ വളരെ പ്രകടമായി കാണുന്നു. അതുപോലെ അവരുടെ മുദ്രാവാക്യം പരിശോധിച്ചാൽ ഈ കോറിക്കെതിരാണെന്ന് പറയാൻ പറ്റുന്നില്ല. CPIM-നെതിരെ, പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ, ഗവൺമെന്റിനെതിരെ നയപരമായി ഇതിലെ പെശകുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ഇതിലെ ഞാൻ പറഞ്ഞ പോലെ റിപ്പോർട്ടിലെ പെശകുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ ഇത് നടത്താൻ പാടില്ലെന്നും ഇവിടെ ഇത് നടത്തിയാൽ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നും ഇവിടുത്തെ സാധാരണക്കാരന് ദോഷമുണ്ടെന്നും ചൂണ്ടിക്കാണിക്കുവാൻ രാഷ്ട്രീയ ഭേദമന്യേ അവിടെ ഇതുമായി ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ട് പ്രവർത്തിക്കുന്ന കുറെ ആളുകളുണ്ട്. അവർക്കൊപ്പം നിൽക്കുവാൻ അതിന് തയ്യാറാകണം. അതിന് തയ്യാറുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞങ്ങൾ ഓർമ്മപ്പെടുന്നത്. കൊടി പിടിക്കുവാനും ദീപസ്തംഭം മഹാചര്യം എനിക്കും കിട്ടണം പണം എന്ന് കുറെ ആളുകൾ, മറ്റു കുറെ ആളുകൾ ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ നമുക്ക് എന്താ സന്തോഷിക്കാൻ അല്ലേ? അതാണ് സ്ഥിതി. എന്നാൽ അവനവന്റെ വീട്ടിൽ അവനവനുണ്ടാവുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ടറിയൂ. ആ പ്രദേശത്തെ ജനങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ്, വലിയ വിഷമത്തിലാണ്. അവരുടെ വിഷമങ്ങൾ കൃത്യമായി പരിഹരിച്ചുകൊണ്ട് നടത്താൻ കഴിയുമെങ്കിൽ നടത്തുകയും ഇതിൽ പിശകുണ്ടെങ്കിൽ കൃത്യമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അത് മനസ്സിലാക്കി അത് നിർത്തിവെപ്പിക്കുകയും വേണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നത്. എൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്. ഞാൻ കണ്ണമ്പാറയിൽ താമസിക്കുന്നതാണ്. ഇതിൻ്റെ പരിസരവാസിയാണ്. ഒരു 150 മീറ്ററോളം എൻ്റെ വസ്തുവും വീടുമായിട്ടാണ് ഇത് കാണുന്നത്. പല പ്രാവശ്യം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഒരുപാട് ആപ്ലിക്കേഷനുകൾ കൊടുക്കുകയും 2018 തൊട്ട് നടക്കുകയും ചെയ്യാണ്. പൗരസമിതിയുടെ പ്രസിഡന്റ് വഴിയാണ്. എന്നാൽ എങ്ങും ഒരു നീതി ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. കാരണം ഈ പറയുന്ന പാറ എന്ന് പറയുന്നത്, ഈ പാറ എന്ന് പറയുന്നത് ഒറ്റ പാറയാണ്. ഇവിടെ താഴെ നരച്ചിപ്പാറ എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് കണ്ടംപാറ, ഈ നാറ്റ് പൊട്ടിച്ചോണ്ടിരിക്കുന്ന പാറ, ഈ 2 പാറ ഇപ്പം ഓർഡർ കൊടുക്കുന്നെന്ന് പറയുന്ന പാറയും, ഇതെല്ലാം ഒറ്റ പാറയാണ്. മോളിൽ സകല മാത്രം ഇങ്ങനെ ഭൂപടത്തില് പാറ കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ പാറ തോണ്ടിയാൽ 1 കിലോമീറ്ററോളം ദൂരം ആ ഭാഗത്താണ് ഈ പാറ വരുന്നത്. ഞങ്ങളുടെ വീട്ടിന്റെ അടിയിൽ ഈ പാറ വന്നിട്ടുണ്ട്. ഈ പാറ പൊട്ടിക്കുന്ന സമയത്തൊന്ന് ഇത്രയും കിടക്കങ്ങളും നെഞ്ച് കിടകിടാണ് അടിക്കുന്നത്.
ഇവിടെ നേരത്തെ സംസാരിച്ച ഒരു വ്യക്തി പറയുന്നുണ്ടായിരുന്നു, വസ്തു കൊടുത്തപ്പോൾ നിങ്ങൾ എവിടെ പോയത്? അവിടെ 4 പേര് വസ്തു കൊടുത്തു. നമ്മൾ പറ്റിയിട്ടുള്ള ഒരാൾ വസ്തു കൊടുക്കുമ്പോൾ ഞങ്ങളുടെ പറഞ്ഞിട്ടല്ല വസ്തു കൊടുക്കുന്നത്, ഞങ്ങൾ കൊടുക്കുന്നു, ഞാൻ കൊടുക്കട്ടെ എന്ന് ഒരിക്കലും ചോദിക്കത്തില്ല. അവർക്ക് പൈസ കൂടുതൽ കിട്ടിക്കാണും എന്നും നമ്മളുടെ അവിടെ അടികൂടാനോ വഴക്കൂടാനോ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല. ഇത് ഇന്നലെ തന്നെ മനങ്ങാനപ്പെടുന്ന ഹിയറിംഗ് നടന്നു. മനങ്ങാനപ്പെടുന്ന ഹിയറിംഗ് നടന്നു സാർ. രാത്രി 7:13 എത്ര വണ്ടിയാ പാസ് എടുത്തിട്ട് പോയത്? രാത്രി 7:30 ഏത് ഓർഡറാണ് നാട്ടിൽ കൊടുത്തേക്കുന്നത്? 7:15 മാസം സാധനത്തിന് മനങ്ങാനത്തിൽ തന്നു. 375 മെട്രിക് ടൺ പോവാനുള്ള 372 മെട്രിക് ടൺ പോവാനുള്ള കോരയിൽ നിന്ന് പെർ ഡേ പോണ 1250 മെട്രിക് ടൺ. ഒരു മാൻ വണ്ടിക്ക് 45-50 മെട്രിക് ടണ്ണാണ് അതിൽ കൊള്ളുന്ന ലോഡ്. അവരതിൽ എഴുതുന്ന 13 മെട്രിക് ടണ്ണാണ് എഴുതുന്നത്. ബാക്കി എവിടെ പോയി സാർ? ഈ റോഡെന്ന് പറയുന്നത് 4 മീറ്റർ റോഡില്ല ഈ നാട്ടിന്റെ റോഡ്. ഇത് നേരെ ഇറങ്ങി വന്ന് 45 ഡിഗ്രിയിലുള്ള ഇറക്കമാണ് ഇറങ്ങി വരുന്നത് എന്റെ വീടാണ്. ഇന്നാലെ വണ്ടി വന്ന് എന്റെ വീടിന്റെ മുറ്റത്ത് മാറി ഇടിച്ച് അവിടെ കിടന്നിട്ട് പാല മൊത്തം കൂടെ എന്റെ വീട്ടിലും മറ്റുള്ള വണ്ടികളെ എന്റെ വീട്ടിൽ കിടക്കുന്ന വണ്ടിയുടെ പുറത്ത് വീഴുന്നത് വളരെ ഭാഗ്യവശമാണ്. നമ്മളെ ഏത് പരാതി കൊടുത്താലും പരാതിയിൽ എന്നും ഒരു അനുകൂലവും കിട്ടുന്നില്ല. നമ്മളെ കളക്ടർ സാറിനോട് നമ്മൾ വളരെ റിക്വസ്റ്റ് ചെയ്ത് 2-3 പ്രാവശ്യം പുള്ളിയുടെ കോട്ടയിൽ പോയി കണ്ടു, ബംഗ്ലാവിൽ പോയി കണ്ടു, അത് കഴിഞ്ഞ് ഓഫീസിൽ പോയി കണ്ടു. കൊടുക്കാം കളക്ടർ സാർ പോയി ഞാൻ വരാം, ഞാൻ നോക്കാം. സാർ ഇവിടെ വന്നു എല്ലാ ഭാഗത്തും നോക്കിയിട്ട് പുള്ളിക്ക് തന്നെ ഓണ സമയത്ത് പുള്ളി അവിടെ പറഞ്ഞു രാധാകൃഷ്ണൻ വേണ്ടി ചെയ്യാം എന്ന് പുള്ളി പറഞ്ഞിട്ടാ പോയത്. അങ്ങനെ എൻക്വയറി കിട്ടും. എൻക്വയറി സാർ ഈ സർക്കാരിന്റെ ഉദ്യോഗസ്ഥർക്ക് എൻക്വയറി 6 മാസം വേണം സാർ അതിന്റെ റിപ്ലൈ കിട്ടാൻ. ഇത് മൊത്തം താലൂക്കിന് കള്ളം. നാലേഹ ഭൂമിയല്ലെന്ന് പറഞ്ഞു. നീർത്തടത്തിന്റെ ഇത് മേടിച്ചില്ല, നീർത്തറ ഭൂമിയാണിത്. എത്ര ഭൂമി അവിടെ പറമ്പോക്ക് ഭൂമിയുണ്ട് സാർ. അത് 4-5 പേർക്കുള്ള പ്രമാണം ഇല്ലാത്ത ഭൂമിയുണ്ട് സാർ അവിടെ. ഇതൊന്നും വളർത്തിട്ടപ്പെടുന്ന റവന്യൂവിന് ആരും ഇല്ലയോ? നമ്മൾ ഈ കുട്ടികളെ എന്ത് ചെയ്യും? ഞങ്ങൾ ഇത് തിരിച്ചിട്ട് എവിടെ പോകും? ഇവിടെ കരുനാഗപ്പള്ളിയിലോട്ട് പോയാൽ അവിടെ വെള്ളം കയറും, അടൂരോട്ട് പോയാൽ പാട് വരും. ഇത് നല്ല രാജകീയമായ സ്ഥലമാണ് ഈ കണ്ണമ്പാറ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ജോലിക്ക് പോയി ജീവിക്കാൻ കൊള്ളാമെന്ന്. ഇവിടെ നേരത്തെ സംസാരിച്ച ആ സഹോദരി രാത്രി 1 മണിക്കാണ് സാർ പാപ്പങ്കാട് പോയി റബ്ബർ വെട്ടിയിട്ട് ആ കുട്ടികളെ പഠിപ്പിക്കുന്നത്. അവരെ വീട്ടിന്റെ മൂലയിലൊക്കെ കരുമൂലെല്ലാം പൊട്ടി പടുത്തിരിക്കുകയാണ്. ഇവിടെ ടൈൽസല്ല, ആ കിണറ്റിന് വെള്ളവുമില്ല സാർ. നമ്മളെന്ത് ചെയ്യും? നമ്മളെ പൊല്യൂഷൻ കൺട്രോൾ യൂണിറ്റിലെ മാഡത്തിലൂടെ 2-3 പ്രാവശ്യം പോയി ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് റിക്വസ്റ്റ് ചെയ്ത് അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ നാട്ടുകാർ ചെയ്യത്തില്ല സാർ. അവരെ മണിയുണ്ട്. ഇവിടെ നിന്ന് ഒറ്റ ഉദ്യോഗസ്ഥൻ വന്ന് അവിടുത്തെ പരിസരവാസികളോട് ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇവിടെ കോറി കണ്ടു. എല്ലാരും ഈ കോറി മാഫിയകളുടെ വണ്ടിയിൽ അടച്ചുറപ്പുള്ള വണ്ടിയിൽ അകത്തിരുന്നിട്ട് നേരെ വിളിക്കാൻ പോകാൻ മദ്യപാനം നടന്ന് ബാക്കി ചെയ്തിട്ടാണ് സാർ പോണത്. ഉദ്യോഗസ്ഥർ ഞങ്ങൾക്കറിയില്ല ഇത് ആരാണ്. ഇപ്പൊ ഏറ്റവും സാർ വരുന്നു. സാർ ഏറ്റവും ആണോ എനിക്കറിയില്ല. റവന്യൂ തഹസീൽദാർ വന്നെന്നും പറഞ്ഞ് ഞങ്ങൾ ഓടി അടിച്ച് ബോഡി കണ്ടിട്ട് അവിടെ ചെന്ന് ചോദിച്ചപ്പോ ഞാൻ സാറിന്റെ പേരെന്താണ്? ആ പുള്ളിയെ നിക്കലൊക്കെ എടുത്തിട്ട് ഞാൻ കൊടുത്തിട്ട് ഒരു മുണ്ടാണ്ട് കൊടുത്തിട്ട് വന്നു. പുള്ളി അറിയാം എന്റെ പേര് നീലകണ്ഠൻ. 3 വർഷം മുമ്പുള്ളതാണ്, നാട്ടിൽ കൊടുക്കുന്നതിന് മുമ്പുള്ളതാണ് സാർ നീലകണ്ഠനാണ്. അന്ന് മാസ്ക് വയ്ക്കുന്ന സമയമാണ്. പുള്ളി എന്താ പറയണം? ദൂരോട്ടേക്ക് മാസ്ക് എന്ന് എത്ര സെക്കൻഡ് പോകണം സാർ? അതാണ് ഒരു ഉദ്യോഗസ്ഥൻ. നമ്മൾ IAS നല്ല പരിപാലനമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു IAS നമ്മൾ നമ്മളെ മക്കളെ IAS പഠിപ്പിക്കും അല്ല എന്നാൽ ഇതുപോലെ സാർ ഞങ്ങളുടെ ജീവിതം ദുർഘടത്തിലാണ് സാർ. ഇപ്പം വന്ന് നോക്കി ചെളിയും കൂട്ടി ഞങ്ങളെ മുറ്റത്ത് കൊണ്ടുപോയില്ലേ സാറ് നോക്ക് മോളിൽ നേർന്ന വെള്ളം. ഇത് ആര് സമാധാനം? പൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞാൽ യാതൊരു രക്ഷയില്ല. അവര് തിരിച്ചിരിക്കണം. നമുക്ക് അതുകൊണ്ട് സാറിന് കാര്യം ചെയ്യണം. എനിക്കറിയാം ഭയങ്കര ഷോക്കായതാണ് കൈ പറയുന്നത്. അതുകൊണ്ട് സാറ് ദേഷ്യപ്പെടാൻ. അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം. വിഷമം കൊണ്ടാണ് പറയുന്നത്. ജീവിക്കുന്നത് പോകാൻ പറ്റത്തില്ല. ആത്മഹത്യ ചെയ്യണമെന്ന് അതിന് ഇതില്ല. ആത്മഹത്യ ചെയ്തിട്ടില്ല. നമ്മളൊരാളെ കൊല്ലാൻ പോയി നമ്മളെ കുട്ടികളെ ഇപ്പം വിചാരിച്ചാണ് മനസ്സിൽ നടക്കാൻ. എൻ്റെ പേര് ജസീന. ഞാൻ കല്ലടത്തടി നിവാസിയാണ്. ഞാൻ
താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത്, അതായത് 50 മീറ്റർ പോലും ഇല്ലാത്ത അകലത്തിലാണ് എൻ്റെ വീടിനോട് അനുബന്ധിച്ച് അത്ര പോലും ദൂരമില്ലാത്ത സ്ഥലത്താണ് പുതുതായിട്ടുള്ള കോറിക്ക് ഇവിടെ അനുമതിക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു കുന്നിൻ ചെരുവാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതിൻ്റെ നടുഭാഗത്ത് കല്ലടത്തണ്ണി ഏലായുണ്ട്, ഒരു ഭാഗത്ത് കല്ലടത്തണ്ണി തോടുണ്ട്, ഒരു വശത്ത് അന്ന എസ്റ്റേറ്റ് എന്ന് പറയുന്ന അതായത് ഞങ്ങളുടെ വീടിൻ്റെ 2 ഭാഗവും ഇതുപോലെ കുന്നിൻ ചെരുവാണ്. ഇതിൻ്റെ നടുഭാഗത്തായിട്ടാണ് ഞങ്ങൾ കുറേ കുടുംബങ്ങൾ താമസിക്കുന്നത്. അപ്പം ഈ 2 ഭാഗത്ത് വരുന്ന പാറക്കോറിയുടെയും ഭവിഷ്യത്ത് ഞങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അതായത് ഏറ്റവും അടുത്ത് തൊട്ട് ചേർന്നുള്ള പുരയിടത്തിലാണ് ഞങ്ങൾ വസിക്കുന്നത്. മാത്രമല്ല ഞങ്ങളുടെ എല്ലാ വീടുകളുമായിട്ട് ബന്ധപ്പെട്ട് കിണറുണ്ട്. ഈ കിണറിലെല്ലാം പാറയാണ്. അപ്പോൾ ഈ മുകളിലിരിക്കുന്ന പാറ ഈ പുരയിടങ്ങളിലെല്ലാം അനുബന്ധിച്ച് വന്നിട്ടുള്ളതാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പാറ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട് കാണുന്നതല്ല, ഇത് ചേർന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന ഷെയ്ക്ക് എന്ന് പറയുമ്പോൾ അത് മൊത്തത്തിൽ തന്നെ ബാധിക്കുമെന്നാണ് ഞങ്ങൾ, അത്ര വലിയ വിവരം ഒന്നും ഇല്ലെങ്കിലും നമ്മൾ പ്രാഥമികമായ വിവരത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കുടുംബങ്ങളെ വഴിയാധാരമാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു അനുമതിയുമായി മുന്നോട്ട് പോകരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ പേര് പ്രേമേന്ദ്രൻ നായർ. ഞാൻ പോരടത്തുള്ളതാണ്, INGC തൊഴിലാളിയാണ്. ഇപ്പോഴീ ഗവൺമെൻറ് സർക്കാർ മാനദണ്ഡങ്ങൾ പാലിച്ച് കോറി വരുന്നതിന് എനിക്ക് വ്യക്തിപരമായ എതിർപ്പൊന്നുമില്ല. മാത്രമല്ല എന്നെ പോലെ തൊഴിലെടുക്കുന്നവർക്ക് അത് വലിയൊരു ആശ്വാസമാണ്. ഒരു കോറിയിൽ 50 പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്. അപ്പോഴതിന് നേരിട്ട് 50 പേർക്ക് തൊഴിൽ, സാധാരണ നാട്ടിൽ തൊഴിലിന് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ തൊഴിൽ കിട്ടുന്നത് നല്ലൊരു അവസരമാണ്. അതിനെ നമ്മൾ അംഗീകരിക്കണം. ഹലോ, തൊണ്ട ഒത്തിരി പ്രശ്നമാണെങ്കിലും എൻ്റെ പേര് റിയാസ്. ഞാൻ 15-ാം വാർഡിലെ ഉള്ള ആളാണ്. ഇവിടെ നമ്മളെ സഹോദരങ്ങൾ പറഞ്ഞ് ഈ ജോലി സംബന്ധമായ കാര്യങ്ങൾ, ഇപ്പം തോട്ടം കുറേ മേടിച്ചിട്ടുണ്ടല്ലോ, അവിടെ കുറേ റബ്ബർ വെക്കും. അവരെടുത്ത് പറഞ്ഞാൽ റബ്ബർ വെട്ടാനുള്ള ജോലി കൂടെ അത് റബ്ബർ വെട്ടുന്ന തൊഴിൽ കുറച്ച് നല്ലതാണ്. ഈ പാറ എടുക്കുന്ന ലോഡൊന്നും ചെയ്യണ്ട. പിന്നെ രണ്ടാമത് പറയാനുള്ളത്, ഈ കോറിയുമായി ബന്ധപ്പെട്ട് പല സ്കൂളുകളുടെയും നമ്മളെ പ്രദേശത്ത് ഒരു സ്കൂളിൻ്റെയും ഒന്നും കാണിച്ചിട്ടില്ല. പിന്നെ പല പോരാട്ടങ്ങളിലൂടെ വിജയിച്ച നാടാണ് ഞങ്ങളെ പോരാട്ടം. ഇതും ഞങ്ങൾ വിജയിച്ചു.